എന്നും വാർത്തകളിൽ ഇടം പിടിക്കാനാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലക്ഷ്യം. ശശി തരൂരിനെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തുറന്നു പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MLA സ്ഥാനവും, അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവുമാണോ? അല്ല, തരൂരിനെ വിമർശിക്കാൻ ചെന്നപ്പോൾ തരൂരിന് നല്ല മറുപടി കൊടുത്തു. നിങ്ങൾക്കിത് പറയാനുള്ള ആധികാരികത എന്താണ് എന്നാണ് ചോദിച്ചത്. മുരളീധരനോടും രാജ്മോഹൻ ഉണ്ണിത്താനോടും. ഇവർ രണ്ടുപേരുമേ ഉള്ളൂ തരൂരിനോടിപ്പം കൊമ്പ് കോർത്ത് നിൽക്കുന്നത്. ബാക്കി ആരും ഒന്നും പറയുന്നില്ലല്ലോ. മൗനത്തിലാണ്. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് തരൂരിനെ പ്രകോപിപ്പിക്കണ്ട എന്ന്. KPCC പ്രസിഡന്റ് പറയുന്നില്ല, മുൻ പ്രസിഡന്റ് പോലും പറയുന്നില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് മൗനത്തിലായപ്പോൾ ആര് വിമർശിക്കുമ്പോൾ അവർക്ക് വാർത്താ പ്രാധാന്യം കിട്ടും. പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല, രമേശ് ചെന്നിത്തല പറയുന്നില്ല, ആരുമേ പറയുന്നില്ല. പിന്നെ എന്താണ് ഇവര് രണ്ടുപേരും? മുരളീധരന്റെ ലക്ഷ്യം, നമുക്ക് അതിലേക്കൊന്ന് പോയാൽ, മുരളീധരന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തരൂർ എങ്ങനെയല്ല ഇവിടുന്ന് പോകണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. അത് ഇറക്കി വിടുകയോ ഇറങ്ങിപ്പോവുകയോ ചെയ്യണം. രണ്ടായാലും MP സ്ഥാനം രാജിവെച്ച് ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരിക. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുരളീധരന് രംഗപ്രവേശം ചെയ്യണം. കാരണം മുരളീധരൻ ഇപ്പോൾ എങ്ങും ഇടമില്ലാതെ നിൽക്കുകയാണ്. മുരളീധരനെ പലരും ചവിട്ടിത്താഴ്ത്താൻ നോക്കുന്നുണ്ട്. ഏതെങ്കിലും നിയമസഭാ സീറ്റ് കൊടുത്ത് തോപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മന്ത്രി ആകണമെന്നുള്ള മോഹമൊക്കെ തീരും. ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയായേ പറ്റൂ മുരളീധരൻ, അല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. UDF അധികാരത്തിൽ വരുന്നു, മുരളീധരനും ജയിച്ചു വന്നാൽ മന്ത്രിയായേ പറ്റുള്ളൂ. ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താനും നോട്ടമിടുന്നത്, ഇപ്പം കാസർഗോഡ് അദ്ദേഹം 2 തവണയാണല്ലേ MP ആയിട്ട് വരികയാണ്. അതും കാസർഗോഡ് വലിയ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിൽ 2019 ജയിക്കുന്നു. 2019 ജയിച്ചപ്പോൾ എല്ലാവരും കരുതി ആ ശബരിമല പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിൽ ആ കൃപേഷ് ലാലും ശരത് ലാലുമായി ബന്ധപ്പെട്ട ഒരു മരണമുണ്ടല്ലോ, കൊലപാതകമുണ്ടല്ലോ, ആ പശ്ചാത്തലത്തിൽ ജയിച്ചതെന്നാണ് കരുതിയത്. പക്ഷെ ഈ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഞെട്ടി, ഇതെങ്ങനെയാണ് ഇത്ര നേട്ടം? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെല്ലാം നിന്ന് തോറ്റാണ് അങ്ങോട്ട് പോയത്. കുണ്ടറയൊക്കെ നിന്ന് തോറ്റതാണ്. തലശ്ശേരി ഉൾപ്പെടെ. തലശ്ശേരിയിൽ കോടിയേരിക്കെതിരാണ് 2016 ഒന്നാലോചിച്ച് നോക്ക്. എവിടെ നിൽക്കാവുന്ന ഇടങ്ങളിലൊക്കെ കാസർഗോഡ് എന്നപ്പോഴത്തേക്ക് അദ്ദേഹം കുറിയൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട്, അതൊക്കെ വലിയ വിവാദമായ കാര്യങ്ങളാണ്. പിന്നെ അങ്ങ് എനിക്ക് തോന്നുന്നു 24-ലും ഈ ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടായി കേരളത്തിൽ. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നത് മുഴുവൻ അങ്ങോട്ടേക്ക് അങ്ങ് പ്രതിഫലിച്ചു. അല്ലാതെ 24-ൽ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്നൊന്നും കണക്ക് കൂട്ടിക്കൊണ്ടല്ല. അപ്പോൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും, നിയമസഭാ മണ്ഡലങ്ങളിലും കാസർഗോഡ് ഒന്ന് പേരുറപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചിട്ട് അവിടെ നിന്ന് ജയിക്കുക. കാരണം ഇനിയിപ്പോൾ ഒരു 5 വർഷം ഇവിടെ, 26 മുതൽ 5 വർഷം ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയായിട്ട് വരികയും ഒക്കെ ചെയ്യാം. അങ്ങനെ അവശേഷിക്കപ്പെടുന്ന കാലം അങ്ങ് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഉണ്ണിത്താൻ്റെ കണക്ക് കൂട്ടൽ. അപ്പോൾ MP ആയി നിന്നുകൊണ്ട് MLA ആയിട്ടും മത്സരിക്കാം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ MP സ്ഥാനം തുടരുകയും ചെയ്യാം. MLA സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ MP സ്ഥാനം അങ്ങ് രാജിവെക്കുകയും ചെയ്യാം. നേമത്ത് V മുരളീധരൻ അങ്ങനെയല്ല മത്സരിച്ചത്. അതെ, കാരണം വടകര MP ആയിരിക്കുന്നു, അതിനുശേഷം നേമത്ത് വന്ന് മത്സരിക്കുന്നു, പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പം ഉണ്ണിത്താനും. പക്ഷേ അതിന് പാർട്ടി കൂടി സമ്മതിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ UDFന്റെ കൺവീനറായിട്ട് നിൽക്കുന്ന അടൂർ പ്രകാശ് MP തന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. കാരണം അടൂർ പ്രകാശിനെ 2019 അങ്ങോട്ട് വിട്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആരോ ഇത്തരത്തിൽ ഒതുക്കാനുള്ള ശ്രമം കൂടിയാണ് നടത്തിയത്. 19 രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, അപ്പോൾ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് സമ്പത്തിനെതിരെ കൊണ്ടുവന്ന് ആറ്റിങ്ങിൽ നിർത്തി. സമ്പത്ത് പരാജയപ്പെട്ടു പോയി. പക്ഷേ ഈ അടൂർ പ്രകാശ് എവിടെ നിന്നാലും അങ്ങ് ജയിച്ചു കയറും. അടൂർ പ്രകാശിന് ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരമുണ്ട്. 24 അദ്ദേഹം മത്സരിച്ചത് മടിയോടുകൂടിയാണ്. ഒന്ന് തോറ്റാൽ മതി എന്നും പറഞ്ഞാൽ, എന്നിട്ടും ജനങ്ങൾ വിട്ടില്ല, വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു.
കാരണം കോന്നിയിൽ അദ്ദേഹം വലിയ വികസനമാണ് ഉണ്ടാക്കിയത്. കോന്നിയുമായിട്ട് വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഈഴവ സമുദായത്തിൻ്റെ വോട്ട് അത് നല്ല പിൻബലം അദ്ദേഹത്തിന് ഉള്ളതാണ്. അതുകൊണ്ട് എന്ത് പറ്റി, ഇവർക്ക് ഇങ്ങനെ കുഴപ്പം പിടിച്ചതുകൊണ്ട് കോന്നിയിൽ പിന്നെ ബൈ ഇലക്ഷൻ വന്നപ്പോൾ ആര് കയറിപ്പോയി, CPM-ലേക്ക് പോയി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വട്ടിയൂർക്കാവിലും പറ്റിയത്. ഇവർക്ക് മുരളീധരനെ വടകരയിൽ നിർത്തി ജയിപ്പിച്ചു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോഴല്ലേ പ്രശാന്ത് ജയിച്ച് കയറിയത്, പോയില്ലേ ഒരു സീറ്റ്. അപ്പോൾ ചിലരെയൊക്കെ ഒതുക്കാൻ വേണ്ടിയുള്ള കളി കോൺഗ്രസിനകത്ത് നടക്കും. അപ്പോൾ ഇവർക്ക് കൈവിട്ടു പോകുന്നത് മറ്റൊരു സീറ്റാണെന്നുള്ളതിനെ പറ്റി അവർക്ക് യാതൊരു ബോധവുമില്ല. അല്ല, ഇത് ജനങ്ങൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണല്ലോ. ഈ നിലമ്പൂരെല്ലാം കണ്ടല്ലോ, അനാവശ്യമായി തെരഞ്ഞെടുപ്പ് വന്ന് ജനങ്ങൾ ക്യൂ നിൽക്കണം, പിന്നീട് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കണം. ഇനിയിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല MP-മാരും ഇങ്ങോട്ടേക്ക് തിരിയും. ഇപ്പോൾ അടൂർ പ്രകാശ് എന്തായാലും മാറും. അടൂർ പ്രകാശ് UDF കൺവീനറും കൂടിയാണ്. അടൂർ പ്രകാശ് വളരെ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെടും. അടൂർ പ്രകാശ് മുമ്പ് റവന്യൂ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നല്ല പോലെ അദ്ദേഹം ശോഭിക്കുകയും ചെയ്തു. മന്ത്രിയാകാൻ യോഗ്യനുമാണ്. അവിടെ ഇദ്ദേഹം നിയമസഭയിൽ വന്ന് കോന്നിയിൽ നിന്ന് തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ്. കോന്നിയിൽ അവിടെ കോൺഗ്രസിലെ പഴകുളം മധുവും നോട്ടമിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഏരിലേക്ക് പോകുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ കോന്നിയിൽ നിന്നാൽ അടൂർ പ്രകാശ് വീണ്ടും ജയിക്കും. അടൂർ പ്രകാശ് ജയിച്ചു വന്നാൽ മന്ത്രിയാക്കണ്ടേ. അപ്പം മുരളീധരനെ അതാണ്, എവിടെയെങ്കിലും തോക്കുന്നിടത്ത് വേണേൽ പാർട്ടി കൊണ്ടുപോകണേ ആക്കിക്കളയും. പക്ഷെ ജയിച്ചു വന്നാൽ മന്ത്രിയാക്കണ്ടേ. രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെടും, ബാർഗെയിൻ ചെയ്യും. കാരണം സീനിയർ അല്ല, അദ്ദേഹം അതാണ് എന്തെല്ലാം പറഞ്ഞാലും ഒരു മുതിർന്ന നേതാവാണ്. വിടുവായനായാണ്. അതെ, നിന്ന് കഴിഞ്ഞാൽ ജയിച്ചു. അടൂർ പ്രകാശിന് അപ്പോൾ ഒന്നുകിൽ രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റ് കൊടുക്കാതിരിക്കുക, അതേ ഉള്ളൂ. കാരണം ഈ ഒരു പദവിയിൽ ഇരിക്കുകയാണല്ലോ. അല്ല, സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിയമസഭയിൽ മത്സരിക്കും, അധികാരത്തിൽ വരികയാണെങ്കിൽ സുപ്രധാന പദവിയിൽ എത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അത് KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നത്. ഇത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് എല്ലാം വലിയ പ്രതീക്ഷയായി പോയി. 2026 അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ. അതിൽ ഇനി മാസങ്ങൾ കിടക്കുകയാണ്. കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലൊന്നും അല്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തകിടം മറിയും. ഈ കോൺഗ്രസിനകത്ത് സീറ്റ് വിഭജനം വരുമ്പോൾ നോക്കിക്കോ, വലിയ തർക്കമുണ്ടാവും. ഇപ്പം സുധാകരൻ ഇപ്പം MP സ്ഥാനം കൂടി വഹിക്കുകയല്ലേ. ഇപ്പം സുധാകരന് അപ്പം എത്ര MP-മാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്? അടൂർ പ്രകാശ്, K. സുധാകരന്, രാജ്മോഹൻ ഉണ്ണിത്താന്, KC വേണുഗോപാൽ വരുമോ എന്ന് അറിയണം. KC വേണുഗോപാൽ, അതെ. പിന്നെ തോറ്റു നിൽക്കുന്ന കഴിഞ്ഞ തവണ സീറ്റില്ലെങ്കിൽ TN പ്രതാപൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത്. TN പ്രതാപൻ വന്നു കഴിഞ്ഞാൽ പ്രതാപന് മന്ത്രിസ്ഥാനവും വേണം, തൃശ്ശൂർ ജില്ലയുടെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലും. പിന്നെ 2019 തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയത്. അപ്പോൾ ഇത് കോൺഗ്രസിനകത്ത് സീറ്റ് വിഭജനം തന്നെ വലിയ തർക്കത്തിലേക്കായിരിക്കും പോകാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ പിന്നെ കാരണം ഈ അധികാരം കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ലോക്സഭയിൽ നിന്ന് പലരും ഇങ്ങോട്ടേക്ക് കുടിയേറാനായിട്ട് ശ്രമിക്കുന്നത്. MP സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് കൂടെ വന്ന് നിന്നൊന്ന് മത്സരിക്കാമല്ലോ. തോറ്റുപോയാൽ പോട്ടെ, കിട്ടിയാൽ ഇത്രയുമായി. തോറ്റു കഴിഞ്ഞാൽ വീണ്ടും MP ആയിട്ട് പോകാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും മോഹം ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്, ഏതെങ്കിലും മന്ത്രി പദവി എന്നുള്ളതാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് ഒതുങ്ങുകയും ചെയ്യാം. ദേശീയ ലെവലിൽ MP ആയിട്ട് മാത്രം പോകാവുന്നേ ഉള്ളൂ. അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. അതൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ തരൂരിനെ പോലുള്ള ആളിന് കഴിഞ്ഞു. അതെ, NK പ്രേമചന്ദ്രൻ അവിടെ പോയാലും അതിൻ്റെതായ ഒരു വിലാസം ഉണ്ട്. റഹീം അവിടെ ഇരിക്കുന്ന പോലെ അവർക്ക് അവിടെ ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.